ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെ മരിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അനൂപ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അലീനയുടെയും മരിയുടെയും കഥയിലേക്ക് പോകാം അല്ലേ. അങ്ങനെ നാളത്തെ രംഗം എന്ന് പറയുന്നത് പ്രേക്ഷകരായി നമ്മളെ കണ്ണിന് ഈറണിയിപ്പിക്കുന്ന കരയിക്കുന്ന ചില രംഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. കാരണം അലീനയെ പുറത്താക്കുവാനുള്ള വൈജയന്തിർ അവസാന ശ്രമം അത് അല്പം കടന്നുപോയോ അല്ലെങ്കിൽ അല്പം കൂടിപ്പോയോ എന്ന് തോന്നിപ്പോകുന്ന ചില രംഗത്തിലേക്കൊക്കെ ചെല്ലുകയാണ്. അങ്ങനെ അലീനയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് വൈജയന്തിയും അതുപോലെ രോഹിത്തും അങ്ങനെ ബബിതയും കൃഷ്ണമോളൊക്കെ ഒന്നു ചേർന്ന് ആരും അറിയാതെ, ബാലചന്ദ്രൻ അറിയാതെ പൊത്തിപ്പിടിച്ച് വലിച്ചിറക്കി റോഡിലേക്ക് തള്ളിയിടുകയും അങ്ങനെ അവിടെ വെച്ച് ആളുകളുടെ മുൻപിൽ വെച്ച് ദേഹോദ്രവം ചെയ്യുന്നതൊക്കെ ആയിരിക്കും നാളത്തെ രംഗം എന്ന് പറയുന്നത്. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. ഇതിനു മുൻപ് ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ നേർക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് കേട്ടോ. ഇന്ന് ഒരു ദിവസമുണ്ടെങ്കിൽ ഇവളെ ഞാൻ അടിച്ച് പുറത്താക്കുമെന്ന് വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നു. എന്നാൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്ത് കാണിക്കടി എന്ന് ബാലചന്ദ്രൻ രണ്ടുപേരും വെല്ലുവിളിച്ച് നിൽക്കുക. ഈ വെല്ലുവിളിയിലാണ് അലീനയെ പുറത്താക്കുന്നത്. അതായത് ബാലചന്ദ്രൻ അറിയാതെ വേണം പുറത്താക്കാൻ. അതിന് 3 മക്കളും തന്നോട് കൂടെ ഒപ്പം ചേരുകയും അതിനോടൊപ്പം തൻ്റെ ആങ്ങളെയായ രാജീവും ഒത്തുചേർന്നുകൊണ്ടാണ് അലീനയെ പുറത്ത് വലിച്ച് തപ്പിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്ക് റോഡിലേക്ക് തള്ളുന്നത്. ഈ സമയത്ത് ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. ആളുകൾ കൂടി ഇതെന്താണ് നിങ്ങൾ കാണിക്കുന്നത്? അതൊരു പെൺകുട്ടിയല്ലേ, നിങ്ങൾ കാണിക്കുന്ന മര്യാദയില്ലാത്ത കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ച് ഒത്തിരി ആളുകൾ വൈജയന്തിയുടെ അടുക്കൽ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇവൾ പെൺകുട്ടിയല്ല, ഇവൾ പിശാചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുൻപിൽ വെച്ച് അപമാനിക്കുക. ഈ സമയത്ത് നമ്മുടെ രോഹിത്ത് ഒന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പ്രതികരിക്കുന്നുണ്ട്. ഒറ്റയടി രോഹിത്തിൻ്റെ ചെവിക്കലേറ്റ് കൊടുക്കുന്നുണ്ട്. ഒടുവിൽ അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ജനമധ്യയിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വലിയ സങ്കടത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. അത് എന്നെ ഓർത്തല്ല, നിങ്ങളെ ഓർത്താണ് എന്ന് പറഞ്ഞ് അലീന ആ പെരുവഴിയിലൂടെ ഒറ്റയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര തിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങോട്ടെന്ന് അറിയത്തില്ലാതെ, ഒരു ലക്ഷ്യബോധമില്ലാതെ മുൻപോട്ട് കാലുകൾ എടുത്തു വെക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അലീന പോയതിൻ്റെ സന്തോഷം അവർ മാക്സിമം വൈജയന്തിയും അതുപോലെ ബബിതയും രാജീവൊക്കെ ആഘോഷമാക്കി മുറ്റത്ത് നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ കൃഷ്ണമോള് കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം അലീന ഇറങ്ങിയതിൻ്റെ തൊട്ടു പിറകെ ബാലചന്ദ്രനും തൻ്റെ സാധനങ്ങളുമായിട്ട് പടിയിറങ്ങുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ പെട്ടെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് ഇതേ അച്ഛൻ എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം നോക്കുമ്പോൾ ബാഹിൻ്റെ അകത്ത് തുണിയും മറ്റ് തൻ്റെ എല്ലാ സാധനങ്ങളുമായിട്ട് പടിയിറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇത് തടയുവാൻ വേണ്ടി രാജീവൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ തടയുവാൻ രാജീവൻ ശ്രമിക്കുന്ന തൻ്റെ ഉശിരി കൊണ്ടാണ് അലീനയെ പുറത്താക്കിയത് എന്നൊരു അഹംഭാവത്തോടു കൂടി ബാലചന്ദ്രനെ തടയാൻ ശ്രമിക്കുക കേട്ടോ. തടയാൻ ശ്രമിക്കുമ്പോൾ കാറുമായിട്ട് മുൻപോട്ട് വരുന്ന ബാലചന്ദ്രൻ്റെ മുൻപിൽ ചെന്ന് ചാടുകയും പെട്ടെന്ന് കാർ ഇടിപ്പിച്ച് രാജീവനെ കൊല്ലുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും രാജീവൻ തലനാരിഴയ്ക്ക് ബാലചന്ദ്രൻ്റെ കാറിന് മുൻപിൽ നിന്ന് രക്ഷപ്പെടുന്നു. പെട്ടെന്ന് അത് രോഗത്ത് കയറി തന്നെ പിടിക്കുന്നു. അങ്ങനെ ഇത് കണ്ട് അതിശയത്തോട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാതെ, അല്ലെങ്കിൽ വലിയൊരു അങ്കരാപ്പോട് കൂടി നിൽക്കുന്ന വൈജയന്തിനെയും അതുപോലെ കൃഷ്ണമോളെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വമ്പൻ ടിസ്റ്റിലേക്ക് കഥ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പം വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.